എൻ്റെ പേര് നോബിൾ ജോസ്. 2016 ജൂലൈ മാസം 27 ഞാൻ ആദ്യമായി ആർസിഎമ്മിനെ കുറിച്ച് അറിയുന്നത്. ഇന്ന് 9 വർഷവും 7 മാസവുമായി ആർസിഎമ്മിൽ വന്നിട്ട് വളരെ സജീവമായി ആർസിഎം ചെയ്തു പോകുന്ന ഒരാളാണ്. ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നു. ഓരോ ദിവസവും കൂടുതൽ ആളുകളെ പരിചയപ്പെടാൻ സാധിക്കുന്നു. ഓരോ ദിവസവും കുറേയേറെ അറിവുകൾ കിട്ടുന്നു. ഇത് ചെറിയ കാര്യമല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും അല്ലെങ്കിൽ ആർസിഎമ്മിൽ ആക്റ്റീവായിരിക്കുന്ന ഓരോ ആളുകൾക്കും ഇങ്ങനെയൊക്കെ തന്നെ ആവാനാണ് സാധ്യത. അപ്പോൾ ഇന്ന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഗ്രേറ്റ് ലീഡേഴ്സ് ശ്രീജിത്ത് സാറും ബിനു സാറും ഒക്കെ നമ്മളോട് ഓൾറെഡി ഉദയകരണത്തിലൂടെ നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. ഇനിയും ധാരാളം ലീഡേഴ്സ് നമ്മളോട് സംസാരിക്കാനുണ്ട്. കേരളത്തിൽ വളരെ പ്രാധാന്യമുള്ള ചില സംഭവങ്ങൾ ആർസിഎമ്മിൽ നടക്കുന്ന സമയത്ത് ഉദയകരണവുമായിട്ട് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് വരാറുണ്ട്. ഇത്രയും പഠിക്കാനും പഠിപ്പിക്കാനും അവര് കാണിക്കുന്ന ഒരു എന്താ പറയണ്ടേ, നമ്മളെ പഠിപ്പിക്കാനും നമുക്ക് പഠിക്കാനും നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് തരുന്ന ഒരു അവസരം നമ്മൾ ഓരോരുത്തരും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. നമ്മുടെ പ്രിയപ്പെട്ട മൂർത്തി സാറും സുജിത് സാറും ഒക്കെ നേതൃത്വം നൽകുന്ന ഈ ഒരു കേരള ആർസിഎം ടീം ഏറ്റവും അതിന്റെ ഒരു എനിക്ക് തോന്നുന്നൊരു സുവർണ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു നിമിഷമായിരിക്കാം ഇത്. ഇപ്പൊ ഏകദേശം 273 ആളുകളായി. രാവിലെ തന്നെ പല ആളുകൾക്കും ഇപ്പോഴും സംശയമുണ്ട്, എന്തിനാണ് ആർസിഎം ചെയ്യുന്നത്, എത്രയേറെ ആവേശത്തോടുകൂടി ആർസിഎം ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്തിനാണ്, കുറെ കാര്യങ്ങൾ ഇപ്പോഴും സംശയമുണ്ട്. വളരെ ചെറിയൊരു പ്രസന്റേഷൻ ഞാൻ ഇതിനായിട്ടൊന്ന് ഒരുക്കിയിട്ടുണ്ട്. വളരെ ചെറിയൊരു പ്രസന്റേഷൻ. നമുക്കറിയാം 11-ാം തീയതി കോട്ടയത്ത് അതിമനോഹരമായ ഒരു വണ്ടർ വേൾഡ് വരിക. ഓരോ ഷോപ്പുകൾ വരുമ്പോഴും എന്ത് മാറ്റമാണ് ആ ഒരു നാടിന് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അതിലൂടെ ആ ജനങ്ങൾക്ക് സംഭവിക്കുന്നത്. ഇപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്ക്രീനിൽ കാണുന്നത് 21st Feb കോട്ടയം ഗെറ്റ് റെഡി എന്ന, അത് മറ്റൊരു പ്രോഗ്രാം കോട്ടയത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നത്. നമ്മുടെ വണ്ടർ വേൾഡിന്റെ ഉദ്ഘാടനം 11-ാം തീയതിയാണ്, അതായത് മറ്റന്നാള് രാവിലെ. അപ്പം ഒരു വണ്ടർ വേൾഡ് വരുമ്പോൾ ആ നാട്ടിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇത് നമ്മളൊന്ന് തിരിച്ചറിയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ ഞാൻ കോട്ടയം വണ്ടർ വേൾഡ് ഉച്ചവരെ ഉണ്ടായിരുന്നു. തുണിത്തരങ്ങളൊക്കെ ഇങ്ങനെ കുറച്ചു നേരം ഷെൽഫിൽ എടുത്തു വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനൊക്കെ ആർസിഎമ്മിൽ വരുന്ന സമയത്ത് പലർക്കും ഓർമ്മയുണ്ട്, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ഈ ചാത്തൻ കളറ് ഷർട്ടുകളൊക്കെ കിട്ടുന്നുള്ള, അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വേറെ തുണികൾ എടുത്തിട്ടും തയ്ക്കുന്നതും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് റെഡിമെയ്ഡ് ഇട്ട് ശീലിച്ച ആളുകള് പെട്ടെന്ന് അത് സ്റ്റിച്ച് ചെയ്തിടാനായിട്ടൊന്നും നോക്കില്ല. അപ്പോ ഉള്ളത് ധരിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആർസിഎമ്മിൽ വന്ന ഒരു സമയത്ത്. എന്താണോ റെഡിമെയ്ഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്, തുടക്ക സമയത്ത് തയ്ക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അപ്പൊ കിട്ടുന്നത് 100, 400, 500 രൂപയ്ക്ക് ഒരു ഷർട്ട് കിട്ടിയാൽ അത് മേടിച്ച് ധരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ തുണി എടുക്കുന്നു, പിന്നെ തയ്ക്കാൻ കൊടുക്കുന്നു. ഒരു എക്സ്ട്രാ ചെലവ് ആ സമയത്ത് വരുമെന്ന് തോന്നിയിരുന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉള്ള കളർ കിട്ടുന്ന എന്താണ് അത് മേടിച്ച് ഉപയോഗിക്കുക. അന്ന് ഫുൾ സ്ലീവ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല, ഹാഫ് സ്ലീവ് ഒക്കെ വരും, അതൊക്കെ ഇട്ടിങ്ങനെ പോകും. പക്ഷെ ഇന്നലെ ഞാൻ ഈ തുണികളൊക്കെ എടുത്ത് ഷെൽഫിൽ വെക്കുന്ന സമയത്ത് എത്ര വെറൈറ്റി ഷർട്ടുകളാണ്, എത്ര വെറൈറ്റി തുണിത്തരങ്ങളാണെന്നറിയോ, അത്ഭുതപ്പെട്ടു പോയി. ആർസിഎമ്മിലൊക്കെ ഇങ്ങനെ മാറ്റം വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അത് ടീഷർട്ടുകളായിക്കോട്ടെ, ഇന്നേഴ്സ് ആയിക്കോട്ടെ, ലേഡീസിന്റെ വസ്ത്രശേഖരങ്ങളായിക്കോട്ടെ, ആ രീതിയിലൊരു മാറ്റം. അപ്പൊ ടോട്ടലി നമുക്ക് എന്താണ് ആർസിഎം തരിക എന്നൊന്ന് നമുക്ക് ഒരു പ്രസന്റേഷനിലൂടെ, ഒരു ചെറിയൊരു പ്രസന്റേഷൻ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. എന്നെ പരിചയപ്പെടുത്തിയ നോബിൾ ജോസ് ആണ്. ഞാൻ 9 വർഷം കഴിഞ്ഞു ആർസിഎമ്മിൽ വന്നിട്ട്. ആർസിഎമ്മിൽ വരുന്ന സമയത്ത് ഇതിന്റെ അനന്തമായ സാധ്യതയൊന്നും ഞാൻ അറിഞ്ഞിട്ടല്ല വന്നത്. ആർസിഎം എന്ത് തരുമെന്നൊന്നും മനസ്സിലാക്കിയിട്ടല്ല വന്നത്. എന്തോ ഒരു പ്രത്യേകത ആർസിഎമ്മിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ വരികയാണ് ചെയ്തത്. എന്തോ ഒരു പ്രത്യേകത ആർസിഎമ്മിലുണ്ട്. കാരണം എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട ടെക്നിക്കൽ അച്ചീവറും തൃശ്ശൂര് പെരിങ്ങാവ് ജംഗ്ഷനിൽ ആർസിഎമ്മിന്റെ അതിമനോഹരമായ ഒരു ഷോപ്പ് നടത്തുകയും ചെയ്യുന്ന മോളി ആന്റണി മേഡമാണ് ആർസിഎം എനിക്ക് തന്നത്.
അപ്പോൾ മോളി ചേച്ചി അത് പറഞ്ഞു വരുന്ന സമയത്ത് ഇതിനെന്തോ വലിയൊരു പ്രത്യേകത ഉണ്ടെന്ന് മാത്രം എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപക്ഷെ ഉള്ളിലൊരു തോന്നൽ വന്നു, നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് ആർസ്യം. അങ്ങനെ ആർസിഎമ്മിൽ വന്ന് കുറെ നാളുകൾ മനസ്സിലായപ്പോഴാണ്, കുറെ നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ആർസിഎമ്മിന്റെ ഫുൾ ഫോം നമ്മുടെ പ്രിയപ്പെട്ട റൂബി ഹേമന്ത് സാറ് ഒരു മീറ്റിംഗിൽ ഇങ്ങനെ പറഞ്ഞു, രക്ഷപ്പെടാൻ ചെറിയൊരു മാർഗം കൂടിയാണ് ആർസിഎം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇത് ശരിക്കും ഉറപ്പിച്ചത്, യെസ് ഇതാണ് ഇനി മുന്നോട്ടുള്ള ജീവിതം, ഇതിലൂടെയാണ് എന്ന് ഞാൻ അന്ന് ഉറപ്പിച്ചു. അപ്പം ആർസിഎമ്മിന് 25 വർഷം കഴിഞ്ഞു. ആർസിഎമ്മിന്റെ വണ്ടർ വേൾഡുകൾ കേരളത്തിന്റെ പല ഭാഗത്തുമുണ്ട്. 200-ൽ പരം വണ്ടർ വേൾഡുകൾ നമ്മുടെ കേരളത്തിൽ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യമുണ്ട്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 200-ൽ പരം വണ്ടർ വേൾഡുകൾ നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ അത്യാവശ്യമുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, ഓരോ വണ്ടർ വേൾഡ് വരുന്നതിലൂടെ കേരളത്തിന്റെ ബിസിനസ് രംഗത്ത് വരുന്ന കുതിച്ച് ചാട്ടം. ഈ അടുത്ത നാളിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിച്ചൊരു പ്രസന്റേഷൻ ചെയ്യേണ്ട സമയത്ത് ജസ്റ്റ് ആർസിഎമ്മിന്റെ ടേൺ ഓവർ ഒന്ന് നോക്കി. ഏകദേശം 330-360 കോടിയാണ് ഒരു വർഷത്തെ ടേൺ ഓവർ കേരളത്തിൽ മാത്രം. ഞാൻ പറയുന്നത് കേരളത്തിൽ മാത്രം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോളൂ, ആ ഒരു ബിസിനസ് നടക്കുന്നതിലൂടെ മാത്രം എത്ര ജനങ്ങളാണ്, ആയിരങ്ങളാണ് വരുമാനം ആർസിഎമ്മിലൂടെ നേടുന്നത്. അത് ചെറിയ കാര്യമല്ല. 7 ഡിപ്പോ ഓൾറെഡി ഉണ്ട്. ഷോപ്പിന്റെ കണക്ക് എക്സാക്ട് 1800-ൽ പരം എന്നാണ്. ഓരോ ദിവസവും ഒരു ദിവസം 1, 2, 3 ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിലേക്ക് ആർസിഎമ്മിന്റെ വളർച്ച മാറിയിരിക്കുന്നു. അപ്പൊ ഇനി എന്തായിരിക്കും അത്ഭുതം നടക്കുക? അപ്പൊ നമുക്ക് ഓടിച്ച് ഒന്ന് നോക്കാം, ആർസിഎം എന്ത് തരും. ഇപ്പോഴും ആളുകൾക്കുള്ള സംശയം 6 പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഞാൻ പറയാം. അതിൽ ആദ്യത്തേതാണ് ഹെൽത്ത്. ഈ ഹെൽത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് വരുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം. അത് മാത്രമാണ്. അത് മാത്രമല്ല ആർസിഎം തരുന്നത് ജസ്റ്റ് ശാരീരിക ഇത് മാത്രമല്ല, അത് തീർച്ചയായിട്ടും കിട്ടും. അത് ന്യൂട്രിചാർജ് പ്രൊഡക്റ്റുകൾ മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള ആരോഗ്യം തരുന്നത്. നോർമൽ FMCG പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ചെയ്ത നമ്മുടെ എന്താ വേണ്ട ഗിലോയ് തുളസി, ഓരോ പ്രൊഡക്റ്റും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ട ഹെൽത്ത് തരുന്നതാണ്. ഇന്നലെ ഒരു വോയിസ് മെസ്സേജ് എന്റെ ടീമിലുള്ള ഒരാള് ഒരു ഇന്റിമേറ്റ് വാഷ് കൊടുത്തു, ഒരു മൾട്ടിപർപ്പസ് ക്രീം കൊടുത്തു. എന്റെ ഒരു റിസൾട്ടിന്റെ ഒരു വോയിസ് മെസ്സേജ് ടീമിൽ വന്നു, ഗ്രൂപ്പിൽ വന്നു. ഒരു ലേഡി ഉപയോഗിച്ച ലേഡി പറയുന്നത്, കഴിഞ്ഞ 4-5 മാസമായി എൻ്റെ പ്രൈവറ്റ് ഏരിയയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. ഞാൻ ഉപയോഗിക്കാത്ത മരുന്നുകളില്ല. ഇത് ആരോടെങ്കിലും തുറന്നു പറയാൻ പറ്റുമോ? അതുപോലെ വിഷമിച്ചിരുന്ന ഒരു സമയത്താണ് ബെൻസി എന്ന് പറയുന്ന ഒരു മേഡം അവർക്ക് ഇന്റിമേറ്റ് വാഷും മൾട്ടിപർപ്പസ് ക്രീമും കൊടുക്കുന്നത്. അവർ ആ വോയിസ് മെസ്സേജിൽ കൃത്യമായിട്ട് പറയുന്നു, 4-5 മാസങ്ങൾക്ക് ശേഷം ഞാൻ സുഖമായി ഒന്ന് ഉറങ്ങി, താങ്ക് യു ചേച്ചി എന്നും പറഞ്ഞൊരു വോയിസ് മെസ്സേജ്. ആ ഒരൊറ്റ ഇതിനകത്തുണ്ട് ആ പ്രൊഡക്റ്റ് അവരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം. ജസ്റ്റ് ഒരു ദിവസം ഉപയോഗിച്ചതിലൂടെ ഞാൻ പറഞ്ഞു. ഇങ്ങനൊരു ഉൽപ്പന്നം ഉണ്ടെന്നും ഇത് ഉപയോഗിച്ചാൽ കിട്ടുന്ന റിസൾട്ട് എന്താണെന്നും എന്താരോഗ്യമാണ് കിട്ടുക എന്നും ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആർസിഎമ്മിൽ വന്നതിന് ശേഷം. അപ്പോ ഹെൽത്ത് എന്ന് പറയുന്നത് ശാരീരിക മാത്രമല്ല, മണ്ണിന് ന്യൂട്രിചാർജ് സെഗ്മെന്റ് ഉണ്ട്. ഇപ്പോ ചില ആളുകൾക്ക് ജസ്റ്റ് ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോഴായിരിക്കും അവരുടെ ചില പ്രശ്നങ്ങൾ മാറുന്നത്. അത് സർസോം ഓയിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിവൈറ്റോ ഹെയർ ഓയിൽ ആയിക്കോട്ടെ, ഹെർബൽ ഓയിൽ ആയിക്കോട്ടെ, ചിലപ്പോൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടായിരിക്കും. റൈസ് ബ്രാൻ ഓയിലിന്റെ കാര്യം പറയണ്ട, കാരണം 34-ൽ പരം അസുഖങ്ങൾക്ക് മരുന്നും പ്രതിരോധവുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അത്ഭുതകരമായ പ്രൊഡക്റ്റ് ആണ് റൈസ് ബ്രാൻ ഓയിൽ. അപ്പൊ ഓരോ ഉൽപ്പന്നങ്ങളും നമുക്ക് തരുന്ന മാറ്റം, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിലും മനസ്സിനും ഒക്കെ തരുന്ന മാറ്റം ചെറുതല്ല. അപ്പൊ പിന്നെ ഗാമ ഓറൈസനോൾ പോലെയുള്ള ഉൽപ്പന്നങ്ങളായാലും അല്ലെ, വണ്ടർഫുൾ റിസൾട്ട് ആണ് ഓരോ പ്രൊഡക്റ്റും തരുന്നത്. ഹരിത സഞ്ജീവനി നമ്മുടെ മണ്ണിന് കൊടുക്കുന്ന ഒരു ആരോഗ്യമുണ്ട്.
നമ്മൾ ആരോഗ്യം എന്ന് പറയുമ്പോൾ ജസ്റ്റ് പെട്ടെന്ന് നോട്ടിച്ചാർജ് ഓർച്ചു, അത് മാത്രമല്ല, അത് തരും വണ്ടർഫുൾ റിസൾട്ടാ. അപ്പൊ ഹരിത സഞ്ജീവനി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മണ്ണിന് കിട്ടുന്ന ഒരു ആരോഗ്യം എന്താ? നീ എല്ലാ പ്രൊഡക്റ്റും ഉപയോഗിക്കുമ്പോൾ നല്ല വരുമാനം കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു ആരോഗ്യമുണ്ട്, മാനസിക ആരോഗ്യം, അത് സ്ട്രോങ് ആവുമല്ലേ. അപ്പം ആർസ്യം എന്ന് പറയുന്നത് എല്ലാവരും, ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ രീതിയിലും ഒരു വലിയൊരു ഒരു ആരോഗ്യം ആർസ്യമിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നു എന്നതാണ്. അപ്പൊ ആദ്യം ലഭിക്കുന്നത് ആരോഗ്യം. അത് നിങ്ങൾ കണ്ണുമടച്ച് ഈ ഉൽപ്പന്നങ്ങൾ സധൈര്യം ഉപയോഗിച്ചു പോവുക. ഈ ആരോഗ്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും, ഒരു സംശയവും വേണ്ട. ഈ ഇരിക്കുന്ന എത്ര ആളുകളാ ഇപ്പം 460 കൂടുതൽ ആളുകൾ ഓൾറെഡി ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. ഈ ഇരിക്കുന്ന എത്രയോ ആളുകൾക്ക് ആർസ്യമിലൂടെ അവരുടെ ഹെൽത്ത് നന്നായിട്ടുണ്ടാവും. എത്രയോ ആളുകളുടെ പറമ്പില് ഹരിതസഞ്ജീവനി ഉപയോഗിച്ചിട്ട് അവരുടെ മണ്ണ് നന്നായിട്ടുണ്ടാവും. സ്വാഭാവികമായും മണ്ണ് നന്നായി കഴിയുമ്പം എത്രയോ ആളുകളുടെ ചെടികളിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ നല്ല 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 സൂപ്പർ ഫലങ്ങൾ കിട്ടും. ഇന്നലെ എമറാൾഡ് സന്തോഷ് സാറ് ഒരു 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 ഫ്രൂട്ട്സ് കഴിക്കാൻ തന്നു. എനിക്ക് പെട്ടെന്ന് അതിന്റെ പേര് ഓർമ്മ വരുന്നത്, വളരെ ചെറിയ സംഭവമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, സാറേ ഇത് ഗാർഡൻ ഗോൾഡ് ഇട്ടുണ്ടാക്കിയതാ. അപ്പൊ അത് കഴിച്ചു, 2-3 കഴിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ കുരു കളയണം. അതിനുശേഷമാണ് നമ്മുടെ എരിവുള്ള മിച്ചർ എടുത്ത് കഴിച്ചു. പക്ഷെ എരിവുള്ള മിച്ചർ കഴിക്കുമ്പോഴും നമ്മുടെ വായിൽ നല്ല മധുരം. അങ്ങനെ ഒരു ഫ്രൂട്ട്സ്, അതിന്റെ പേര് പെട്ടെന്ന് ഓർമ്മയില്ലാത്തതുകൊണ്ട് അത് പറയാത്തത്. അപ്പൊ സന്തോഷ് സാർ എന്നോട് പറഞ്ഞത് എന്താ, ഇത് ഗാർഡൻ ഗോൾഡ് ഇട്ടുണ്ടാക്കിയതാ, മണ്ണിനും ചെടിക്കും സൂപ്പർ. ശരിയല്ലേ? അപ്പം ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച്, ഹെൽത്തിനെ കുറിച്ച് വളരെ വിശദമായി മണിക്കൂറുകളോളം സംസാരിക്കാനുണ്ട്. മിറാക്കിൾ ഫ്രൂട്ട്, യെസ്, പിങ്കി മാഡം എഴുതും മിറാക്കിൾ ഫ്രൂട്ട്, അത് തന്നെ കറക്റ്റ്, സത്യത്തിൽ കറക്റ്റ്, മിറാക്കിൾ ഫ്രൂട്ട്. എന്ത് രസാന്നറിയോ, എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ. അപ്പൊ അത് കഴിച്ചിട്ടാണ് ഇപ്പൊ കൂടെയുള്ള സുരാജ് എന്ന് പറഞ്ഞ ആള് എനിക്ക് ഈ നമ്മുടെ എരിവുള്ള മിച്ചർ എടുത്തു തന്നു. സാർ ഇതൊന്ന് കഴിച്ചു നോക്കാം, സന്തോഷ് സാറ് പറഞ്ഞത് ശരിയാണോ എന്ന് അറിയാം. നമ്മളെപ്പോഴും ഇങ്ങനെയാണല്ലോ, വിശ്വസിക്കില്ല പെട്ടെന്ന്. അപ്പൊ ഞങ്ങൾ കഴിച്ചു നോക്കുമ്പോ, അത് കഴിക്കുമ്പോ വായിൽ മധുരം, എരിവിന് പകരം എന്താണ്, മധുരം. അങ്ങനെയും ഫ്രൂട്ട്സ് ഉണ്ട് അല്ലെ? അപ്പോ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, നമ്മുടെ പ്രകൃതിക്കും ഹെൽത്ത് കൊടുക്കുന്നു. അപ്പൊ എൻറ്റയർലി ചുറ്റുപാട്. രാൻസാർ ക്ലാസ് തുടങ്ങുമ്പോൾ ആരോഗ്യത്തെ കുറിച്ച് പറയുന്നത്, രാൻസാർ അല്ലാതെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നതാണ്. രാൻസാറിന്റെ എല്ലാ ക്ലാസ്സിലും തുടക്കം എങ്ങനെയാണ്, ഒരു മനുഷ്യന്റെ ശരീരം, അവന്റെ മനസ്സ്, അവൻ ജീവിക്കുന്ന ചുറ്റുപാട്, അതാണ് ഒരാളുടെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നത് എന്നാണ്. അപ്പോൾ ആർസ്യം എന്ത് തരും, ആരോഗ്യം തരും, എല്ലാ രീതിയിലും ആരോഗ്യം തരും. ഇത് നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തേതാണ്, വേണമെങ്കിൽ ചെലവ് ചുരുക്കാം. ആരും ആഗ്രഹിക്കുന്നില്ല എന്ത്, പെട്ടെന്ന് എങ്ങനെയെങ്കിലും എന്റെ ചെലവ് കൂട്ടണം ആഗ്രഹിക്കുന്ന ആരും ഉണ്ടാവില്ല. എല്ലാവരുടെയും ആഗ്രഹം ചെലവ് ചുരുക്കാന്നാ. ചെലവ് ചുരുക്കാൻ ജസ്റ്റ് ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ഒരു ബ്രാൻഡ് ഇവിടെ എടുത്തിട്ടത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈയിടെ കണ്ട ഒരു സംഭവം, ഇത് ആരും ഫോട്ടോ എടുത്ത് മറ്റു ഗ്രൂപ്പുകളിലൊന്നും ഷെയർ ചെയ്യുകയും വേണ്ട. കാരണം ഞാനൊരു ജസ്റ്റ് കണ്ട ഒരു സംഭവം ജസ്റ്റ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു ഫോട്ടോ എടുത്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി, വളരെ പ്രശസ്തമായ ഇന്ത്യ ഒട്ടാകെ ശൃംഖലയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി. അപ്പോ പല രീതിയിലുള്ള ഓഫറുകൾ അവർ കൊടുക്കാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ആദ്യം ഞാൻ ശ്രദ്ധിച്ചത്, 30 സാനിറ്ററി നാപ്കിൻ സ്പെഷ്യൽ റേറ്റ് 250 രൂപ, അല്ലെ 230 രൂപ. 30 സാനിറ്ററി നാപ്കിൻ സ്പെഷ്യൽ ഓഫർ 287 അവരുടെ MRP വരുന്നത്. പക്ഷെ ഇവിടെ വരുന്നത് 230 ഉള്ളി. അപ്പോ വലിയ ഇതാണ്. അപ്പം എന്താ, സ്പെഷ്യൽ ഓഫറാണ്, എന്താ ചെയ്യാ, ആളുകൾ ഇത് എടുത്തോണ്ട് പോകും. അങ്ങനെ വരുമ്പോ ഞാൻ നമ്മുടെ MRP ഒന്ന് കയറി നോക്കി, നമ്മുടെ സൈറ്റിൽ നോക്കി. 15 സാനിറ്ററി നാപ്കിന്റെ MRP എന്ന് പറയുന്നത് 120 ഉള്ളൂ. അതിൽ നമുക്ക് കിട്ടുന്ന DP പ്രൈസ് എത്രയാ, 86. അപ്പോ 172 രൂപയ്ക്ക് നമുക്ക് 30 എണ്ണം കിട്ടും. അവിടെയോ 230. ഇനി ഈ പ്രൊഡക്റ്റ് ഇവിടെ എഴുതാൻ കാര്യമുണ്ട്. ഞാൻ നോക്കി, 4+1 4 എണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ, 330 രൂപയാണ് അതിന്റെ റേറ്റ്. വെറുതെ മൊബൈൽ എടുത്തിട്ട് 330 ഡിവൈഡഡ് ബൈ 6 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു സോപ്പിന്റെ വില 66 രൂപ ആണ്, ഗ്രേഡ് 3 സോപ്പ്. ഇനി അവിടെയാണ് നമ്മുടെ ഇന്ന് ജനിച്ചു വീഴുന്ന കുട്ടിയെ പോലും കുളിപ്പിക്കാമെന്ന് പറയുന്ന നമ്മുടെ സോപ്പിന്റെ വില
5 എണ്ണത്തിന്റെ MRP എടുത്താൽ 225 രൂപയുള്ളൂ. സേവിങ്സ് 105 രൂപ. അപ്പൊ ചെലവ് ചുരുക്കാൻ നിങ്ങൾ RCMന്റെ ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്താൽ മതി. ഇവിടെ പുതിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതൊന്ന് കണ്ണു തുറന്നൊന്ന് കാണണം, കേൾക്കണം. ഞാൻ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റാ പറയുന്നത്. ഓരോ പ്രൊഡക്റ്റും നിങ്ങൾ പരിശോധിച്ചു നോക്കും. ഇത് ചെറിയ കാര്യമല്ല. 105 രൂപ. അപ്പൊ ചെലവ് ചുരുക്കാൻ ഓരോ പ്രൊഡക്റ്റും, ഞാൻ സാനിറ്ററി നാപ്കിന്റെ പറഞ്ഞു, ഞാൻ സോപ്പിന്റെ പറഞ്ഞു, ഇനി നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന പേസ്റ്റ് ആയിക്കോട്ടെ. ഒരു വീട്ടിൽ ചെന്നപ്പോ അവർ ID ഒക്കെ എടുത്ത് അവർ ടെർമിനേറ്റഡ് ആയ ആളാണ്. 200-ൽ കൂടുതൽ 240-ഓളം ആളുകൾ അവരുടെ ടീമിലുണ്ട്. പക്ഷെ അവരുടെ ID ടെർമിനേറ്റഡ് ആണ്. അപ്പൊ അവരെ കണ്ടു, സംസാരിച്ചു. അവർ ഈ 5 സോപ്പിന്റെ പാക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. ഞാൻ അവരുടെ മുൻപിൽ തന്നെ അവരോട് എഴുതി 330 രൂപ നിങ്ങൾ ഇതിന് കൊടുത്തു. കറക്റ്റ്? യെസ്. നമ്മുടെ ഈ സോപ്പ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് MRPയിൽ പോലും ചെലവ് 225 വരുള്ളൂ. മാഡം, നിങ്ങൾക്ക് ഓൾറെഡി RCMൽ ID ഉണ്ട്. അപ്പൊ അതൊന്നും ഉപയോഗിച്ചാലുള്ള അവസ്ഥ എന്താ? അങ്ങനെ ഉപയോഗിച്ചാലുള്ള അവസ്ഥ എന്താ? അവർക്കത് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. ഇനി അടുത്തത് എന്താണ്? മൂന്നാമത്തേതാണ്. അപ്പൊ ഒന്നാമത്തേത് ആരോഗ്യമാണ്, രണ്ടാമത്തേത് ചെലവ് ചുരുക്കലാണെങ്കിൽ മൂന്നാമത്തേതാണ് നിങ്ങൾക്ക് വീണ്ടും അഡീഷണലി ഡിസ്കൗണ്ട് കിട്ടും. എന്താണ് ഡിസ്കൗണ്ട് കിട്ടുക? അപ്പോ 5 സോപ്പിന് 330 വന്നിടത്ത് ഇവിടെ 225 വന്നിടത്ത് RCMൽ വേണമെങ്കിൽ ഒരു ID എടുക്കാം. ID എടുത്ത് ചെയ്യുന്ന ധാരാളം ആളുണ്ട്. അങ്ങനെ ID എടുക്കുമ്പോൾ ഇതേ 5 സോപ്പ് നമ്മൾ മേടിച്ചാൽ 195 രൂപയെ വരുള്ളൂ. സെയിം സോപ്പ്, സെൻസേഷൻ സോപ്പ് 5 എണ്ണം, DP പ്രൈസ് 195 വരും. നമ്മുടെ എന്താ വേണ്ടേ, ടോട്ടൽ സേവിങ്സ് 135 രൂപയായിട്ട് മാറും. 45 രൂപയാണ് നമ്മുടെ MRP. നമ്മൾക്ക് കിട്ടുന്നത് 39 രൂപയ്ക്ക്. ഒരു പ്രൊഡക്റ്റിൽ ഈ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ എത്രയോ പ്രൊഡക്റ്റ് ഉണ്ട്. നമുക്ക് നിത്യേന ഉപയോഗിക്കേണ്ട 100 കണക്കിന് ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പം ഓരോന്നും ഉപയോഗിക്കുമ്പോൾ വരുന്ന മാറ്റത്തെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞു നോക്കി. ഈ രീതിയിൽ വരുന്ന സേവിങ്സ് എത്രയാന്ന് ആരും ചിന്തിച്ചു നോക്കാറില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായി പോകാമായിരുന്ന പൈസ നമ്മൾ സേവ് ചെയ്യാം. ഇതെത്രയാന്ന് നമ്മൾ ആരും ചിന്തിച്ച് നോക്കാറില്ല. ഓക്കെ, അപ്പൊ അതങ്ങനെ. അപ്പൊ ഓൾറെഡി ഇതിൽ 135 രൂപ നമ്മൾ സേവ് ചെയ്യുന്നു അല്ലെ. അടുത്തതാണ് വേണമെങ്കിൽ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാം. ഇതൊരു വണ്ടർഫുൾ, കണ്ണു തുറപ്പിക്കുന്ന ഒരു സെയിലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മുടെ ടീമിലുള്ള റോയൽറ്റി പ്ലാറ്റിനം അച്ചീവർ നിമ്മി മാഡം ഒരു പ്രസന്റേഷൻ അവരുടെ ടീമിന് വേണ്ടി നടത്തിയ ഒരു സൂമില് ഈ ഒരു കണക്ക് കാണിച്ചപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ആ ഒരു കണക്ക് നിങ്ങളെ കാണിക്കുമ്പോൾ സെയിൽസിലൂടെ വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം, പെട്ടെന്ന് കുറച്ച് വരുമാനം നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സെയിൽ ചെയ്യണം. മടി കാണിക്കരുത്, പുറത്തിറങ്ങാൻ ചെയ്യുക. സൺസ്ക്രീൻ അല്ലെ, നമ്മുടെ കീസോണിന്റെ അതിമനോഹരമായ സൺസ്ക്രീൻ ഈ സമയത്ത് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും ആവശ്യം കൂടുതലുള്ള പ്രൊഡക്റ്റ്, കേരളത്തിൽ മാത്രമല്ല എൻ്റയർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പ്രൊഡക്റ്റാണ് അല്ലെ. ഈ പ്രൊഡക്റ്റിന്റെ MRP നമുക്കറിയാം 259 ആണ്. ഡിസ്കൗണ്ടഡ് പ്രൈസ് 159 ആണ്. ഇതിന്റെ PV 95 ആണ്. ഞാൻ ഇവിടെ കാണിക്കുന്ന ഒരു കണക്ക് നമ്മുടെ കൂടെ ഒരാള് അസോസിയേറ്റ് ചെയ്തില്ല. കൂടുതൽ ഞാൻ ചെയ്തതിനു ശേഷം വേറെ ഒരാൾ പോലും ഇല്ല. അങ്ങനെ ഇത് സെയിൽ ചെയ്താൽ എന്ത് ലഭിക്കും എന്നാ പറയാൻ പോകുന്നത് അല്ലെ. ഒരെണ്ണം സെയിൽ ചെയ്താൽ 100 രൂപ കിട്ടും, നമുക്ക് ഉറപ്പാണ്. ഇതിന്റെ MRP DP പ്രൈസ് കാണുമ്പോൾ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 10 എണ്ണം സെയിൽ ചെയ്യാൻ സാധിച്ചാൽ 30 ദിവസം കൊണ്ട് 30,000 രൂപ ക്യാഷ് കയ്യിൽ കിട്ടും. അപ്പൊ ഓർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? എന്റെ ടീമിൽ ഉള്ള ഒരു നാസിയ മേഡം, അവര് ഇന്നലെ അവരുടെ വോയിസ് മെസ്സേജ് വൈകുന്നേരം ആയപ്പോ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിരിക്കുന്നു. 1 മണിക്കൂർ കൊണ്ട് 5 എണ്ണത്തിന് ഓർഡർ ദുബായിക്ക് ഗൾഫിലോട്ട് കൊടുത്തു വിടാനും 4 എണ്ണം അവര് 1 മണിക്കൂർ കൊണ്ട് സെയിൽ ചെയ്യും. അപ്പം ഒരു 1.5 മണിക്കൂർ കൊണ്ട് 9 എണ്ണം ഇന്നലെ അവര് സെയിൽ ചെയ്തു. അപ്പം ഒരു ദിവസം സമയമെടുത്ത് 10 എണ്ണം സെയിൽ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു അവസരം എന്താണ്? തീർന്നിട്ടില്ല. ഇനി ഇതിലൂടെ വരുന്ന പർച്ചേസ് വോളിയം എന്ന് പറഞ്ഞാൽ 300 എണ്ണമാണ് സെയിൽ നടക്കുക. 28,500 PV വരും. അതിലൂടെ നമ്മുടെ കൂടെ ഒരാൾ ഇല്ലെങ്കിൽ പോലും 1,995 രൂപ കമ്മീഷൻ ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വരും. അപ്പോ ആവറേജ് ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് 31,995 രൂപ. ഈ കണക്ക് നിങ്ങൾക്കറിയാലോ അല്ലെ. ആർക്കും കണക്ക് കൂട്ടി നോക്കാവുന്നതേ ഉള്ളൂ. ഇതിനു വേണ്ടിയിട്ട് മറ്റാരെയും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാവർക്കും മനസ്സിലാവുന്ന കണക്കാണ്. ഇനി ഇത് 6 മാസം ചെയ്താലത്തെ കാര്യം എന്താ?
6 മാസം ചെയ്താൽ 30,000 ഇൻറ്റു 6 1,80,000 രൂപ വരുമാനം. 1995 ഇൻറ്റു 6 മാസം കൊണ്ട് 11,970 രൂപ. 6 മാസം സ്ഥിരമായിട്ട് നമ്മൾ ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യുമ്പം 5,000 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. 6 മാസം 25,000 കൂടുതൽ PV ചെയ്ത് കഴിഞ്ഞാൽ 12,500 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. അപ്പൊ ടോട്ടൽ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം 300 എണ്ണം ശരാശരി ചെയ്ത് 25,000 കൂടുതൽ PV ഓരോ മാസവും വന്ന് അങ്ങനെ 6 മാസം കൊണ്ട് നമ്മൾ ചെയ്താൽ 6 മാസം കഴിയുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ടോട്ടൽ വരുമാനം എന്ന് പറയുന്നത് 2,09,470 രൂപ. അപ്പോ സെയിൽ ചെയ്താൽ വരുമാനം കിട്ടും. RCM എന്തൊക്കെ തരും? ഹെൽത്ത് തരും അല്ലെ? RCM ഹെൽത്ത് തരും, ചെലവ് ചുരുക്കാം, ഡിസ്കൗണ്ട് കിട്ടും, സെയിലിലൂടെ വരുമാനം നേടാം. അടുത്തതാണ് എന്താണ്? ഫ്രീ പ്രൊഡക്റ്റ്. RCM എന്താ തരിക? നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് തരും. RCM മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഒരു ഫ്രീ പ്രൊഡക്റ്റിന്റെ എന്താ പറയണ്ടേ ഒരു പ്രളയം നമുക്കറിയാം. 100 മുതൽ 1,500 താഴെ PV ചെയ്യുന്നവർക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം, മുടങ്ങരുത്. നമ്മൾ സ്ഥിരം ചെയ്തു പോകണം. 6 മാസം എന്ത് കാര്യവും സ്ഥിരം ചെയ്യുമ്പോഴാണ് സക്സസ് വരിക. അല്ലെ? 6 മാസം ചെയ്യുമ്പോൾ അതിന്റെ 12% എത്രയാണോ ആ രൂപയ്ക്കുള്ള ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. ഇപ്പൊ 1,500 സ്ലാബിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 1,500 രൂപയുടെ പ്രൊഡക്റ്റ്, 2,500 ആണെങ്കിൽ 2,500 രൂപയുടെ പ്രൊഡക്റ്റ്, 5,000 ആണെങ്കിൽ 5,000 രൂപയുടെ പ്രൊഡക്റ്റ്, 10,000 ആണെങ്കിൽ 5,000 രൂപയുടെ പ്രൊഡക്റ്റും 3,000 രൂപ ക്യാഷ് ബാക്കും എന്ന് വെച്ചാൽ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ 3,000 രൂപ വരും. 25,000 ആണെങ്കിൽ 5,000 രൂപയുടെ പ്രൊഡക്റ്റും 12,500 രൂപ നമുക്ക് തിരികെ ലഭിക്കും. 50,000 ചെയ്താൽ 5,000 രൂപയുടെ പ്രൊഡക്റ്റും 30,000 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. ഇതും നമ്മൾക്കൊക്കെ അറിയാം. നമ്മൾ കാണാറുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്, നമ്മൾ പഠിക്കാറുണ്ട്. നമ്മളിത് മനസ്സിലാക്കി വേണ്ട രീതിയിൽ ചെയ്യാറുണ്ടോ എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ. അറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. പലരോടും പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ RCM അല്ലേ, എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് കേട്ടിട്ടുണ്ട്, എന്തറിയാം, എന്നാലൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞാലോ അത് പറഞ്ഞു തരാൻ അറിയില്ല, അല്ലെ? പക്ഷെ RCM ഒന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഒരു അവസരം ഉണ്ടല്ലോ, അതാണ് പറയുന്നത്. RCM കുറിച്ച് പറയുന്നത് അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. ഇൻകത്തിന്റെ ഭാഗം, ഹെൽത്തിന്റെ ഭാഗം, മെന്റൽ സ്ട്രെങ്തിന്റെ ഭാഗം അവിടെ നിൽക്കട്ടെ. നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വരുന്ന മാറ്റം, നമ്മുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റം, നമ്മുടെ സംസാര രീതിയിൽ വരുന്ന മാറ്റം, ഒരാളുകളോട് ഒരു സമൂഹത്തിൽ എങ്ങനെ ഇടപഴകണം എന്നുള്ളതൊരു മാറ്റം. അപ്പൊ കുറെ മാറ്റങ്ങൾ RCM നിങ്ങൾ സജീവമായി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തതാണ്, 6ാമത്തേതാണ് റെഗുലർ ഇൻകം, അല്ലെങ്കിൽ അതിനെ പാസീവ് ഇൻകം. അത് ലഭിക്കുന്നത് ടീം ബിൽഡിങ്ങിലൂടെയാണ്. അപ്പൊ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ളതും അല്ലെങ്കിൽ എന്താ പറയുക ക്ഷമയില്ലാത്തതും, ഈ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ ക്ഷമയുണ്ട്. അതുകൊണ്ടാണ് ലീഡേഴ്സ് ഒക്കെ നമ്മളോട് പറയുന്നത് അടുത്ത 3 മുതൽ 5 വർഷം വരെ നിങ്ങളൊന്ന് ക്ഷമയോടുകൂടി ഇരിക്കൂ, ക്ഷമയോടുകൂടി RCM ചെയ്യൂ. ഇപ്പോൾ നിങ്ങൾ എന്ത് സംഭവിക്കും നിങ്ങൾ നോക്കണ്ട. ഇന്ന് പോയി നമ്മൾ ആളെ കണ്ടില്ല, ആരും വന്നില്ല, നോ പ്രോബ്ലം. നിങ്ങൾ അത് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് മുടങ്ങാതെ എല്ലാ ദിവസവും ചെയ്യൂ, എല്ലാ ദിവസവും ചെയ്യൂ, എല്ലാ ദിവസവും ചെയ്യൂ എന്ന് നമ്മുടെ എല്ലാ സീനിയർ ലീഡേഴ്സും നമ്മളോട് പറയാറുണ്ട്. അപ്പൊ ഇതെല്ലാ ദിവസവും ചെയ്യുമ്പോഴെന്താ സംഭവിക്കുക? നമ്മുടെ കൂടെ ആളുകൾ അസോസിയേറ്റ് ചെയ്ത് വരും. അവരെ നിലനിർത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്ത്, അവരെ പഠിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പഠിച്ച് ഇതൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം വരും. ഒരു സംശയവും ഇക്കാര്യത്തില് ആർക്കും വേണ്ട. അതുകൊണ്ടാണ് പറയുന്നത് RCM അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു പാസീവ് ഇൻകം ലഭിക്കാൻ RCMന്റെ സിസ്റ്റം മനസ്സിലാക്കി, ഓരോ സ്ലാബ് ഏതാണെന്ന് മനസ്സിലാക്കി, ആ ലെവലിൽ എത്താൻ വേണ്ട പർച്ചേസ് വോളിയം എത്രയാണെന്ന് മനസ്സിലാക്കി, അതനുസരിച്ച് നമ്മുടെ പർച്ചേസോ അല്ലെങ്കിൽ നമ്മുടെ ടീമിലോ ആളുകളെ കൊണ്ടുവന്ന് പല ആളുകൾക്ക് ഹെൽത്ത് കൊടുത്ത്, പല ആളുകൾക്ക് എന്താ പറയുക അവരുടെ മെന്റൽ സ്ട്രെങ്ത് കൂട്ടി, പല സ്ഥലങ്ങളിൽ, പല ഏരിയയിൽ, പല ജില്ലകളിലോ പല സ്റ്റേറ്റിലോ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് ആളുകളെ കൊണ്ടുവന്നാൽ അതിലൂടെ വലിയൊരു നേട്ടം നമുക്കും നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നവർക്കും ലഭിക്കും. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒരു ദിവസം കൊണ്ടല്ല RCM നമ്മൾ സക്സസ് ആവുക, മറിച്ചോ നമ്മുടെ നിരന്തരമായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് നമ്മൾ സക്സസ് ആവുക. എനിക്ക് RCM കിട്ടിയ ഫസ്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ 736 രൂപയാണ്.
ആ സമയത്ത് ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം 35,000 രൂപയാണ്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ജോലി റിസൈൻ ചെയ്തു. പിന്നീട് RCMന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. കുറച്ച് പ്രതിസന്ധികളൊക്കെ നേരിട്ടു. പക്ഷേ ഇപ്പോഴത്തെ വരുമാനം എത്രയാണെന്ന് പറയാൻ പാടില്ല എന്നാണ്. ഇതിനനുസരിച്ച് ഞാൻ സ്റ്റാർ പേൾ എന്ന് പറയുന്ന പൊസിഷനിലുള്ള ആളാണ്. ഇപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് 75,000 രൂപ മിനിമം. അത് മിനിമം ഇൻകം. വലിയൊരു അവസരം RCMലുണ്ട്. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കണം. RCM ചെയ്താൽ എന്തൊക്കെ കിട്ടും? പാസീവ് ഇൻകം. ഇനി ഈ പാസീവ് ഇൻകം ലഭിക്കാൻ നമ്മൾ എന്തോ ചെയ്യണം, അല്ലെ? എന്താ ചെയ്യണ്ടേ? ഇപ്പോ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വിചാരിക്കുക, ഫെബ്രുവരി മാസം ഏറ്റവും ചെറിയ മാസം. ഇവിടെ എത്ര ആളുകളുണ്ട് ഇപ്പൊ? 595, എന്നാൽ 600, അല്ലെ? 600 ആളുകളാവുന്നു. ഇത്രയും ആളുകളുണ്ട്. നമ്മൾ ഓരോരുത്തരും ഒരു ജോയിനിങ് ഈ മാസം കൊണ്ടുവന്നാലും നമ്മളെ ടീമിലുള്ള ഓരോരുത്തരോടും ജസ്റ്റ് ഒരു ജോയിനിങ് വെച്ച് ചോദിച്ചാലത്തെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരാൾ ഒരു ജോയിനിങ്. RCMൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഐഡിയ ഉള്ള എല്ലാവരോടും നിങ്ങളുടെ ലീഡേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, റോയൽറ്റി ടെക്നിക്കൽ ലീഡേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ടീമിന്റെ കംപ്ലീറ്റ് പർച്ചേസർ ഇൻ യുവർ ഗ്രൂപ്പ് അവർക്ക് കിട്ടും. നിങ്ങളത് കളക്ട് ചെയ്ത് ടീമിൽ അസോസിയേറ്റ് ചെയ്ത ഓരോ ആളുകളെയും പേഴ്സണലി വിളിച്ച് ഇനി വരുന്ന 21 ദിവസം കൊണ്ട് അവരോട് സംസാരിച്ച് അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് ഒരു ജോയിനിങ് വെച്ച് ചോദിച്ചാൽ എന്താ സംഭവിക്കുക? ഞാൻ 1-ാം തീയതി മുതൽ ഇത് ഇപ്പൊ ചെയ്യാം. ടീമില് ഇഷ്ടംപോലെ ജോയിനിങ് വരുന്നുണ്ട്. ജാനുവരി മാസം അവസാനമായപ്പോ എന്റെ ഗ്രേറ്റ് ലീഡർ ഒരാളായ റൂബി ബിനുസാർ വിളിച്ചു. നമ്മള് ഫെബ്രുവരി മാസം എന്താ പരിപാടി വെച്ചാൽ ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരി കഴിയും, മാർച്ച് വരും, ഇങ്ങനെ പോകും അല്ലെ? ചെറിയ മാസമല്ലേ നമ്മളെ വലിയ വിജയം നേടാൻ നമുക്കൊന്ന് പരിശ്രമിച്ചാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, യേ സാർ, ലീഡർ പറഞ്ഞതാ, യേ സാർ, നമുക്ക് ചെയ്യാം. 1-ാം തീയതി തന്നെ രാത്രി ഒരു സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ടീമിന് വേണ്ടിയിട്ട് ഒരു സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ഒരാൾ ഒരു ജോയിനിങ്. അപ്പൊ നമുക്ക് കുറെ ജോയിനിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും എന്താ പറയണ്ട പ്രശ്നം. നമ്മള് 10ഉം 15ഉം ജോയിനിങ് ഒക്കെ കൊണ്ടുവരാൻ പറയുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തോന്നും. പക്ഷെ ഒരു ജോയിനിങ് തരാൻ പറ്റാത്ത ആരുമില്ലല്ലോ. അപ്പോ ഇപ്പോൾ ടീമിൽ ആക്റ്റീവോ ഇനാക്റ്റീവോ ആയ എല്ലാ ആളുകളും വിളിക്കുക തന്നെ ചെയ്യണം. ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. ഇത് ചെയ്തപ്പോഴാണ് മൂർത്തി സാറ് പറഞ്ഞ ഒരു കാര്യം, 20-20 പ്രിൻസിപ്പിൾ, അല്ലെ? പേഴ്സണലി കുത്തിയിരുന്ന് വിളിച്ചു. ആദ്യത്തെ ദിവസം 62 പേരെ വിളിച്ചു. സമയം അനുസരിച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അതിനിടയ്ക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ വിളിച്ച് 10ഉം 12ഉം 50ഉം അങ്ങനെ വിളിച്ചു ധാരാളം ആളുകളെ ദിവസേന പേഴ്സണലി ഫോൺ വിളിക്കാൻ തുടങ്ങി, ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി, മെസ്സേജ് അയക്കാൻ തുടങ്ങി. അപ്പൊ എന്താ സംഭവിച്ചേ? ജോയിനിങ് വരാൻ തുടങ്ങി. ഒരു മേഡം എനിക്ക് മെസ്സേജ് അയച്ചു, സാർ സൂപ്പർ ഐഡിയ, ഞാൻ 10 പേരോട് ഇന്ന് ഫോണിൽ കൂടെ സംസാരിച്ചു, 10 പേരും എന്നോട് പറഞ്ഞു ഓരോ ജോയിനിങ് തരാമെന്ന്. ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് നാസിയ മേഡം എനിക്ക് അയച്ചൊരു മെസ്സേജ് ഞാൻ കേട്ടു. സാറേ, 20 പേരെ കോണ്ടാക്ട് ചെയ്തു, 4 പേര് റെസ്പോണ്ട് ചെയ്തില്ല, 16 പേര് റെസ്പോണ്ട് ചെയ്തു. അവര് വളരെ ഉത്സാഹത്തിലാണ്, ആവേശത്തിലാണ്. ജോയിനിങ് കിട്ടും. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നമുക്കൊന്ന് പരിശ്രമിക്കാമല്ലോ, അല്ലെ? അപ്പൊ ചെറിയ മാസം പറഞ്ഞ് മാറി നിൽക്കണ്ട. 21 ദിവസമുണ്ട്, ഇന്നുൾപ്പെടെ 21 ഡേയ്സ്. ഒന്ന് ട്രൈ ചെയ്ത് നോടെ, ശരിയല്ലേ? ഒന്ന് പരിശ്രമിക്കുന്നേ. അതിനാണല്ലോ പറയുന്നത്, പരിശ്രമം ചെയ്യുമെങ്കിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകിയത്രേ മനുഷ്യനെ പാരിൽ അയച്ചതീശൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ ഇതൊന്ന് പരിശ്രമിച്ചു നോക്കൂ. ആ പരിശ്രമമാണ്, നിരന്തരമായ പരിശ്രമമാണ് നമുക്ക് വിജയം നൽകുക. ശരിയാണോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ടീമിൽ നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ച ആളുകൾ മാത്രമല്ല, നിങ്ങളുടെ ടീമിൽ അസോസിയേറ്റ് ചെയ്ത ഓരോ ആളുകളെയും നിങ്ങൾ പേഴ്സണലി വിളിച്ച് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചു നോക്കൂ. ഞാൻ ചെയ്യുന്നത് 2-3 ദിവസം കൂടുമ്പോൾ
ഫോളോ അപ്പ് ചെയ്യും. വിളിച്ച ആളുകളെ വീണ്ടും വിളിക്കും. പ്രത്യേകിച്ച് ഓപ്പണർ ആൻഡ് അബവ് ലീഡേഴ്സിനെ പേഴ്സണലി വിളിക്കും. നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ പർച്ചേസ് ഇൻ യുവർ ഗ്രൂപ്പ് തന്നോ? അപ്പോ യെസ് എന്ന് പറഞ്ഞാൽ ഓക്കെ വിളിച്ചോ, നോ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലീഡറെ കോണ്ടാക്ട് ചെയ്യും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നമുക്ക് നടക്കുമല്ലോ ഒന്നും അല്ലെ. വലിയ വിജയം നമുക്ക് RCM തരും, വലിയ വിജയം. അപ്പോ ഈ പ്രസന്റേഷൻ ഇവിടെ തീരുന്നു. നമ്മള് എന്താ പറയണ്ടേ, മറ്റൊരു മനോഹരമായ വണ്ടർ വേൾഡിന്റെ ഉദ്ഘാടനത്തിന് നമ്മൾ തയ്യാറെടുക്കുന്നു. ഇഷ്ടം പോലെ ഷോപ്പുകൾ കേരളത്തില് ഇനിയും വരും. ഇഷ്ടം പോലെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ മിനിങ്ങാന്നൊരു ഷോപ്പിൽ ചെന്ന്, മട്ടാഞ്ചേരിയിലുള്ള ഷോപ്പിൽ ചെന്നപ്പോഴാണ് എനിക്ക് നമ്മുടെ പോഹ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ ബിൽവാര ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നോർത്തിൽ ഉണ്ടായിരുന്ന അറിയാം, പോഹ എന്ന് പറയുന്ന ഡിഷ് കഴിച്ചവർക്കറിയാം. ബിൽവാര ചെല്ലുമ്പോൾ നമുക്കൊരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോഹയാ. അപ്പോ അതിന്റെ മിക്സും മസാല എല്ലാം ഉണ്ടെന്ന് വിചാരിക്കും. അല്ല, നമ്മുടെ അവലാണ്. നമ്മുടെ അവൽ പുതിയൊരു പ്രൊഡക്റ്റാ. നിങ്ങൾ ആലോചിച്ച് ഒരിക്കലും സ്വപ്നം വിചാരിച്ചിട്ടില്ല അവല് കഴിച്ചാൽ PV വരുന്നു, അതിലൂടെ വരുമാനം വരുന്നു. നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഒരിക്കലും RCMൽ അവല് വരുന്നു സ്വപ്നം പോലും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി ഏതൊക്കെ പ്രൊഡക്റ്റ് RCMൽ വരാനിരിക്കുന്നു? നിങ്ങൾ ഓരോരുത്തരും RCMൽ വന്നപ്പോൾ ഉള്ള പോലത്തെ പ്രൊഡക്റ്റ് അല്ല ഇപ്പോഴുള്ളത്, അല്ലെ? അന്ന് പ്രൊഡക്റ്റുകൾ കുറവായിരുന്നെങ്കിൽ ഇന്ന് എത്രയോ പ്രൊഡക്റ്റുകളുണ്ട്, പ്രൊഡക്റ്റുകളുടെ ശേഖരമുണ്ട്. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങളൊന്ന് നിലനിൽക്കൂ, ഇനിയും എത്രയോ ഉൽപ്പന്നങ്ങൾ വരാനുണ്ട്. ഉൽപ്പന്നങ്ങൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും പറയാറില്ലേ, നമ്മൾ RCMൽ പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ ആ പ്രോഡക്റ്റ് ഇല്ല, ഈ പ്രോഡക്റ്റ് ഇല്ല. ആ പ്രോഡക്റ്റും ഈ പ്രോഡക്റ്റും വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ പ്രോഡക്റ്റും ഈ പ്രോഡക്റ്റും വരാതെ തന്നെ ഇതാണ് എങ്കിൽ അതൊക്കെ വന്നു കഴിയുമ്പോൾ എന്താകും? ആലോചിച്ചിട്ടുണ്ടോ? ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി RCM, ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം മുടങ്ങരുത്, നിരന്തരം 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 RCM ചെയ്തുകൊണ്ടേയിരിക്കുക. 2026 വലിയ വിജയം, ചരിത്ര വിജയം കേരളത്തിൽ ഉണ്ടാവും. എല്ലാവരും മുടങ്ങാതെ RCM ചെയ്യുക, RCM ഏറ്റെടുക്കുക, RCMനെ കുറിച്ച് പറയുക, RCM പ്രചരിപ്പിക്കുക. 30,000-ൽ പരം ഷോപ്പുകൾ നമ്മുടെ കേരളത്തിൽ വേണം. 30,000-ൽ പരം ഷോപ്പുകൾ. ഇപ്പോഴും 2,000 ആയിട്ടില്ല. ഇനിയും 28,000-ൽ പരം ഷോപ്പുകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ വരണം. അതാണ് RCMന്റെ ഓപ്പർച്യൂണിറ്റി കിടക്കുന്നത്. അതാണ് അടുത്ത കുറച്ച് വർഷങ്ങൾ കൊണ്ട് വരേണ്ടത്. ഈ ഇരിക്കുന്ന ഇവിടെ ഇപ്പൊ എന്നെ കേൾക്കുന്ന 615 ആളുകളും ഈ 10-30,000 ഷോപ്പുകൾ RCMന്റെ കേരളത്തിൽ വന്നാൽ ഏത് രീതിയിലും മാറി മറയുന്നു. ഒരു നിമിഷം ചിന്തിച്ചിട്ട് ഇനി വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കാം, അതല്ലെങ്കിൽ കൂടുതൽ പരിശ്രമിക്കണമെങ്കിൽ പരിശ്രമിക്കാം. താങ്ക് യു. RCM നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ നന്മകൾ ഉണ്ടാവട്ടെ, എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.